നമസ്കാരം. മോദിക്ക് ലഭിച്ച ആ ശതകോടികൾ എന്തു ചെയ്തു? അതിനുത്തരം പറയുവാനുള്ള ബാധ്യത മോദിക്ക് മാത്രമാണ്. മോദി ആ ശതകോടികൾ കൊണ്ട് എന്തു ചെയ്തു? സത്യം പറയണം, അല്ലെങ്കിൽ കോടതിയിൽ കാണാമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് സുബ്രഹ്മണ്യ സ്വാമി. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് USAID $21 ദശലക്ഷം നൽകിയെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതികരണവുമായിട്ടാണ് ഇപ്പോൾ BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്തെത്തിയത്. പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് മോദിക്ക് $21 മില്യൺ കൈമാറിയത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ ആ തുക കൊണ്ട് എന്താണ് മോദി ചെയ്തത് എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഇക്കാര്യം സത്യസന്ധമായി വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നേരിടാൻ മോദി തയ്യാറെടുക്കുക. മോദി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതാണ്. ഇതൊക്കെയാണ് സുബ്രഹ്മണ്യൻ സ്വാമി ട്വിറ്ററിലൂടെ മോദിക്കെതിരെ കുറിച്ചിരിക്കുന്ന കുറിപ്പ്. ട്രംപിൻ്റെ പ്രസ്താവന നിഷേധിച്ച് മോദി പ്രസ്താവന ഇറക്കണമെന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രസ്താവന നിഷേധിച്ച് മോദി പ്രസ്താവന ഇറക്കേണ്ട അത്യാവശ്യമാണ്. മാനനഷ്ടത്തിന് ട്രംപിന് നോട്ടീസ് അയക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ താൻ മോദിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ സ്വാമി പറയുന്നത്. ഒന്നുകിൽ മോദി ട്രംപിനെതിരെ തിരിയുക, അല്ലെങ്കിൽ സ്വാമി മോദിക്കെതിരെ തിരിയും. ബൈഡൻ ഭരണകൂടം USAID യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന USAID അതുവഴി മോദിക്ക് $21 ദശലക്ഷം നൽകിയെന്നായിരുന്നല്ലോ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നത്. ഇന്ത്യയിൽ ഈ തുക ചിലവിടേണ്ട കാര്യമില്ല എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. അതിനിടെയാണ് $18 ദശലക്ഷം നൽകിയെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറഞ്ഞത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി $18 ദശലക്ഷം നൽകേണ്ട കാര്യമെന്തായിരുന്നു എന്ന് ട്രംപ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് പണം ആവശ്യമില്ലാത്ത സമയത്താണ് US അവർക്ക് വേണ്ടി പണം നൽകിയത് എന്നും US ഉൽപ്പന്നങ്ങൾക്ക് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീരുവ ഈടാക്കുന്ന രാജ്യമേത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. US ഉൽപ്പന്നങ്ങൾക്ക് 200% തീരുവ ഈടാക്കുമ്പോഴാണ് അവരെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പണം നൽകുന്നത് എന്നുകൂടി ട്രംപ് ചോദിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം പുറത്തുവിട്ട വിവരം ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്ന് തന്നെയാണ് സർക്കാർ അക്കാര്യം പരിശോധിക്കുകയാണ് എന്നുകൂടി കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിട്ടുള്ള S ജയശങ്കർ അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതല്ലേ? തൻ്റെ സുഹൃത്ത് ട്രംപിനെ വിളിച്ച് അമേരിക്ക $21 ദശലക്ഷം തനിക്ക് നൽകിയെന്ന ആരോപണം നിഷേധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസ് വക്താക്കളടക്കം വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതിന് മോദി തയ്യാറുണ്ടോ? 2001 മുതൽ 2024 വരെ USAID ഇന്ത്യയിൽ ചെലവിട്ട $290 കോടി 44% നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളതാണ് വസ്തുത. ഇതിൽ $650 ദശലക്ഷം കഴിഞ്ഞ 4 വർഷം മോദി സർക്കാർ എന്തിനു വേണ്ടി ചെലവിട്ടുവെന്നാണ് വ്യക്തമാക്കേണ്ടത് എന്നുള്ളതാണ് പവൻ ഖേര അടക്കമുള്ള കോൺഗ്രസിൻ്റെ വക്താവ് പവൻ ഖേര അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. ജനാധിപത്യ പങ്കാളിത്തത്തിനും സിവിൽ സമൂഹത്തിനും എന്ന പേരിൽ $3.65 ലക്ഷം നൽകിയ 2012 അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനം സജീവമായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പണം USAID നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുവാനുള്ള ബാധ്യത മോദിക്കാണ്. മോദി അത് തെരഞ്ഞെടുപ്പ് താൽപ്പര്യങ്ങൾക്കാണോ ഉപയോഗിച്ചത്? പാർട്ടിയുടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കാണോ ഉപയോഗിച്ചത്? അല്ലെങ്കിൽ ആ പണം എന്തു ചെയ്തു, എങ്ങനെ വിനിയോഗിച്ചു? ഇത് പറയുവാനുള്ള ബാധ്യത മോദിക്കാണ് എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത്. ഒന്നുകിൽ സുഹൃത്തായ ഡൊണാൾഡ് ട്രംപിനെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ മോദി സുഹൃത്തായ ഡൊണാൾഡ് ട്രംപിനോട് കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കുവാൻ പറയുക, അല്ലെങ്കിൽ സുഹൃത്തായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യത്തെ ഇത് ശരിയല്ല എന്ന് പറയുവാൻ, അതിനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കുവാൻ ശ്രമിക്കുക. ഇത് രണ്ടുമല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കെതിരെ BJPയുടെ തന്നെ നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമി കോടതി കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.